അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ APSLM ഹോളി ഖുർആൻ അവാർഡ് അതിനു വേണ്ടിയുള്ള ഫൈനൽ മത്സരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഡിസംബർ 24-നാണ്. നമ്മളെ എല്ലാവരുടെയും പ്രത്യേകിച്ച് നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നിന്ന് ഉള്ള പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കുകയും ഈ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായി നടക്കണം എന്ന് ആവശ്യപ്പെടുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നല്ല ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അല്ലാഹ് അതിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീയതി നമ്മൾ കുറച്ച് നീട്ടിവെച്ചത്. ഈ മാസം അവസാനം വരെ അഥവാ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ അതിലേക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയുള്ള സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പലരും സംശയം ഉന്നയിക്കുന്നൊരു കാര്യം, ഇതിൻ്റെ ഖുർആനിൻ്റെ മുഴുവൻ ഭാഗവും കാണാതെ പഠിച്ചിട്ടുള്ളയാളാകണം, അതിനുള്ള മത്സരം ഉണ്ടാകും. അതേപോലെ തന്നെ തജ്വീദ് അനുസരിച്ച് കൊണ്ട് തന്നെയാണോ പാരായണം ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ്റെ ഏത് ഭാഗത്ത് നിന്നുള്ള മത്സരം ഉണ്ടാകും. അതോടൊപ്പം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം എല്ലാവരും സംശയം ഉന്നയിക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ 5 ജുസിൻ്റെയും അവസാനത്തെ 5 ജുസിൻ്റെയും ഒരു സാരം കൂടി അതിൻ്റെ ഒരു ആശയം കൂടി മത്സരാർത്ഥിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ആ മത്സരം എന്നുള്ള കാര്യത്തിൽ പലരും സംശയം ഉന്നയിക്കുകയുണ്ടായി. ആ മത്സരത്തിൻ്റെ പ്രത്യേകിച്ച് ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ബഹുമാനായ മൗലവി അബ്ദുസ്സലാം മോങ്ങമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം അത് വിശദീകരിക്കും. അദ്ദേഹത്തെ അത് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് യഥാർത്ഥത്തിൽ ഒരു പുതിയ മത്സര രീതി ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു വിശദീകരണം ആവശ്യമായി വരുന്നത്. ഖുർആൻ ഹിഫ്ള് മത്സരങ്ങൾ ധാരാളമായി നമ്മുടെ നാട്ടിലും പുറം നാട്ടിലുമൊക്കെ നടക്കുന്നത് നമ്മൾ വീക്ഷിച്ചിട്ടുണ്ടാകും. ഇവിടെ ഖുർആൻ്റെ ആശയം ഈ മത്സരാർത്ഥിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി അറിയൽ ഈ മത്സരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ രീതി എന്ന നിലക്ക് ഒരു ആശങ്കയുണ്ടാവും. ആ ആശങ്ക അകറ്റുക എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ഒരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഈ മത്സരത്തിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇതാണ്: ഖുർആൻ്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോൾ ഇതിന് ചില മോഡൽ ക്വസ്റ്റ്യൻസ്, ഇതുമായി ബന്ധപ്പെട്ട മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉദാഹരണം എന്ന നിലക്ക് ആ ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഉത്തരം കൂടി കേൾക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ബോധ്യമാകും. ഒരു ചോദ്യം, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സംശയമുള്ളവർക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അള്ളാഹു ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി ഏതാണ്? ആ ചോദ്യത്തിന് ഉത്തരം പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വെല്ലുവിളി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക, ഒരു സൂറത്തിന് തുല്യമായ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരിക എന്നതാണ് അതിൻ്റെ വെല്ലുവിളി. അങ്ങനെ തന്നെയല്ലേ? അതെ. അപ്പോൾ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കും സ്വാഭാവികമായിട്ടും. അതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെ ആയിരിക്കും. ആ ഒരു വെല്ലുവിളി ഉള്ള വചനം ഏതാണ്, ഖുർആനിലെ ആയത്ത് ഏതാകുന്നു. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം, പ്ലസ് അതുമായി ബന്ധപ്പെട്ട ഒരായത്തും ഉദ്ധരിക്കണം. അപ്പോൾ വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്നുള്ള ആയത്ത് ഓതി കഴിഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള പൂർണ്ണമായ ഉത്തരം. ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇത് വളരെ സത്യത്തിൽ ഖുർആൻ ഹിഫ്ളാക്കുകയും ഖുർആൻ ഒരു ശ്രദ്ധയോടുകൂടി വായിക്കുകയും ചെയ്യുന്ന ആർക്കും എളുപ്പത്തിൽ ഉത്തരം പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലുള്ള സംശയം നമുക്ക് ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ നവംബർ മാസം ആദ്യത്തിൽ ഓരോ മേഖലാ തലത്തിലുള്ള മത്സരങ്ങളുണ്ടാകും. ആ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ 30-ാം തീയതിക്ക് മുമ്പ്, സെപ്റ്റംബർ 30-ന് മുമ്പ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം www.aslamquran.com എന്നുള്ള വിലാസത്തിൽ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യണം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ.